മാന്യ പ്രേക്ഷകർക്കും ഗുരുവേ നമയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സമൂഹ നന്മ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ഡോക്ടർ തോട്ടക്കാട് ശശി. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ രക്ഷാധികാരി, ചിറയൻകീഴ് താലൂക്ക് ഫാർമേഴ്സ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നു. SNUP സ്കൂൾ തേവലക്കാട്, KCM എന്നീ സ്കൂളുകളുടെ മാനേജരായ അദ്ദേഹം ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഗുരുപരമ്പരയുടെയും ആർഷസംസ്കാരത്തിൻ്റെയും നാടാണ് ഭാരതം. ഇന്നും ആ ഗുരു എന്നുള്ള സങ്കല്പം ഇന്നും വളരെ പ്രശസ്തമാണ്. ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ എന്നാണ്. അതൊരിക്കലും അതിൻ്റെ മഹിമ കെട്ടുപോകില്ല. പക്ഷേ ചില സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കേവലം കാണാതെ പഠിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കുറേ ദൂരമൊക്കെ ചിലരൊക്കെ സഞ്ചരിച്ചു. പക്ഷെ അതൊന്നും കാലാന്തരത്തിൽ ഒരേ കണക്ക് നിലനിർത്താൻ കഴിയുന്ന പര്യാപ്തമായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, ഇവിടെ ഗുരുകുല വിദ്യാഭ്യാസം കാലം മുതൽ അതികായകരായിട്ടുള്ളവർ ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിലല്ല അവരൊന്നും അന്ന് ജീവിച്ചത്. അവർ വിറക് വെട്ടിയും വെള്ളം കോരിയും ഗുരുവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് അവരെ എല്ലാ തലത്തിലും അക്ഷരം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്ത് ആയുധാഭ്യാസത്തിലും അതേപോലെ തന്നെ കായിക ബലത്തിനും എല്ലാം വേണ്ടി അത്തരത്തിൽ അവരെ പര്യാപ്തമാക്കിക്കൊണ്ട് എല്ലാ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അന്ന് ഗുരുക്കന്മാർ നടത്തിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ പരിവർത്തനം നമുക്ക് ആവശ്യമാണ്. വിദ്യാഭ്യാസ പരിവർത്തനം അന്താരാഷ്ട്ര തലങ്ങളിലും ആ അന്താരാഷ്ട്ര തലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വെളിയിലും പ്രവർത്തിക്കാനുള്ള കാലഘട്ടമാണ്. കാരണം ലോകം ഒന്നായിട്ട് കാണുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഇന്ന് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പലരും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് അവർ വിദേശത്ത് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് പല രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട്. ആ പഠനത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെ പഠനവും ജോലിയും എന്നുള്ള സങ്കല്പത്തിലാണ് പോകുന്ന വിദ്യാർത്ഥികൾക്കൊന്നും അവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സുഗമമായിട്ടുള്ള ജോലിയും സുഗമമായിട്ടുള്ള പഠനമൊന്നും അല്ല. അവിടെ പഠനം നടക്കും, അതിന് 4 മണിക്കൂർ മതി. ബാക്കിയുള്ള സമയം അവർ മറ്റ് ജോലികൾക്ക് വളരെ താഴ്ന്ന തരത്തിൽ, ഇന്ന് താഴ്ന്നതും ഉയർന്നത് എന്നുള്ള തരംതിരിക്കലല്ല, മറിച്ച് അവർ ഇവിടെ ഒരിക്കലും ചെയ്യാത്ത ജോലികൾ അവിടെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് അവിടെ പലപ്പോഴും പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ആ രാജ്യത്തു നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യവും വരുന്നു. അവരുടെ കഴിവുകൾ നമ്മുടെ രാജ്യത്ത് വിനിയോഗിച്ചുകൊണ്ട് ആ മാൻ പവർ നമ്മുടെ രാജ്യത്തിന് അവരുടെ ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദന ക്ഷമത, വിഭവ സമാഹരണം, ആ വിഭവ സമാഹരണം കൊണ്ട് നമുക്ക് ഉയരാൻ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഉൽപ്പാദന മേഖലയിലും എല്ലാം ഉയരാൻ കഴിയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. ലോക ജനസംഖ്യയിൽ നമ്മൾ ഒന്നാമതായിട്ട് എത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ മനുഷ്യനെ കൊണ്ടുള്ള പ്രയത്നം എന്ന് പറയുന്നത് ചെറുതല്ല. ലോക രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജില്ലയിൽ അത്രയുള്ള രാജ്യങ്ങൾ പോലും ലോകത്തുണ്ട്. അതെല്ലാം ഒരു രാജ്യമെന്നാണ് പേര് പറയുന്നത്. അത്രയും വലിയ ജനസംഖ്യയും ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഭൂപ്രദേശമുള്ള നമ്മുടെ ഭാരതം, ആ ഭാരതത്തിൽ നമ്മുടെ കഴിവുകൾ അന്യ രാജ്യക്കാർ അവരുടെ ബുദ്ധിയും ശക്തിയും വിനിയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം അവരുടെ ബുദ്ധിയും ശക്തിയെല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ
വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പര്യാപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്ക് ആവശ്യം. യഥാർത്ഥ ചരിത്രം വെച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കും അതേപോലെ തന്നെ സാധ്യതകളെ വിലയിരുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം അത് നമുക്കിന്ന് വളരെ കുറവാണ്. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാനും അതിനുള്ള പരിശീലനം അവർക്ക് ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കിട്ടും. അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള പരിശീലനം കിട്ടാത്തത് കൊണ്ടാണ് പലരും എങ്ങുന്നോ നോക്കിയിട്ട് എവിടേക്കോ പരക്കം പായുന്നതിൻ്റെ ഒരു സ്ഥിതിവിശേഷം പ്രത്യേകം എടുത്തു പറയേണ്ട കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഒരു വൃദ്ധന്മാരുടെ നാടായിട്ട് നമ്മളെ കേരളം മാറും എന്നുള്ള ആശങ്ക ഈ മേഖലയിൽ എനിക്ക് കാര്യമായിട്ടുണ്ട്. ഞാൻ 2 വിദ്യാലയത്തിൻ്റെ എയ്ഡഡ് വിദ്യാലയത്തിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെയും ജനങ്ങളുടെ മനസ്സിലെയും ആ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സും ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ച് നോക്കുന്ന സമയത്ത് നമ്മളെ കേരളം ഒരു വൃദ്ധസദനമായി പോകുമെന്നുള്ള ഭയപ്പാട് എൻ്റെ മനസ്സിലുണ്ട്. അത് പാടില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവരുടെ വളർന്നു വരുന്ന അല്ലെങ്കിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ സാധ്യതകൾ കാണണം. ഒരു പക്ഷേ അവരങ്ങനെ പോകുന്നത് ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെ വിദേശ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതല്ല, അവർക്ക് പ്രതീക്ഷയും സാധ്യതയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതൊരു ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള കടമയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, അതേപോലെ നമുക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതായത് സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. വേണ്ട രീതിയിൽ സഞ്ചരിക്കാനുള്ള റോഡ്, കുടിവെള്ളം, അതേപോലെ തന്നെ അവർക്ക് കഴിയുന്നത്രയുള്ള തൊഴിൽ, വിദ്യാഭ്യാസം, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ബാക്കി ആ സംരംഭം അവർ തുടങ്ങുന്ന അവർ തന്നെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റുകൾ ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആ കൾച്ചർ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഓരോ ദിവസം കഴിയുന്നവരും പിന്നെ എന്ത് എന്നുള്ളതിന് പകച്ചു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം നമുക്ക് വരും. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലാണ് ഒരുപാട് പ്രവർത്തിക്കാനുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനം നമ്മൾ അങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയിട്ട് അവർ തൊഴിൽപരമായിട്ട് മുന്നേറാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളെ നമുക്ക് ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും. സർക്കാർ വളരെ സുതാര്യമായിട്ട് അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവിടെ കേന്ദ്ര സർക്കാരെല്ലാം ഒരുക്കുന്നുണ്ട്. അതിൽ മറ്റ് രാഷ്ട്രീയ കാണാതെ അവിടുത്തെ സംസ്ഥാന സർക്കാരുകളും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് സംരംഭങ്ങൾ, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഉണർവായിരിക്കും നമുക്കുണ്ടാവാൻ പോകുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ഉൽപ്പാദനക്ഷമത വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്ന നാടാണ്. ആ ടാക്സ് ഇനത്തിൽ നമ്മളെ ഖജനാവിലേക്ക് പണം വരും. പുതിയ സംരംഭങ്ങൾ വരണം. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഉപയോഗിക്കുന്നതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് കഴിയത്തക്ക തരത്തിലുള്ള കാർഷിക മേഖല മാത്രമല്ല, ഉൽപ്പാദന മേഖല, നിത്യോപയോഗ കാര്യങ്ങൾ ഒട്ടനവധിയുണ്ട്. അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ പരിപോഷിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം വരുമാനം, ടാക്സ്, തൊഴിൽ, ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് സ്വന്തമാകും. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഭാവി ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. കൈത്തറിയുടെ പ്രൗഢിക്ക് പാരമ്പര്യത്തിന്റെ പേര് കസവുകട. 10 showrooms all over Kerala.
കൽത്തരിയുടെ പ്രൗഢിക്ക് പാരമ്പര്യത്തിന്റെ പേര് കസവുകട. 10 showrooms all over Kerala. The soul of royal art, Kairali Jewelers. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ വളരെ ചെറുപ്പത്തിലേ തന്നെ അവരെ നമ്മൾ അംഗൻവാടികളിലും നഴ്സറികളിലും ഒക്കെ കൊണ്ടാക്കുന്നു. ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം രക്ഷാകർത്താക്കളുടെയും ചുമതല എന്ന് പറയുന്നത് പിന്നെ അവർ നോക്കിക്കൊള്ളും എന്നുള്ളൊരു സങ്കല്പത്തിലും സ്വഭാവത്തിലാണ് ബഹുഭൂരിപക്ഷം, എല്ലാവരും അല്ല. അങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞൊരു സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്നതോട് കൂടിയിട്ട് അവർ അധ്യാപകരുടെ മാത്രം ചുമതല എന്നുള്ള നിലയിൽ ഇന്ന് പല രക്ഷാകർത്താക്കളും കാണുന്നു. അങ്ങനെയല്ല, നമ്മുടെ കുട്ടികൾ വിദ്യാലയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ഏത് തരത്തിൽ പെരുമാറുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് രക്ഷകർത്താവിന് കാര്യമായിട്ടുള്ള അവബോധം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വിദ്യാലയവുമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ബന്ധം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന് ബന്ധപ്പെട്ട ടീച്ചർമാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേക്ക് ആ കുട്ടികളിലുള്ള വ്യത്യാസങ്ങൾ, പരിവർത്തനങ്ങൾ, അവരുടെ കഴിവുകൾ, ഏതെല്ലാം കാര്യത്തിലാണ് അവർക്ക് താല്പര്യം കൂടുതൽ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള പ്രോത്സാഹനമാണ് രക്ഷകർത്താക്കൾ കൊടുക്കേണ്ടത്. എല്ലാ കുട്ടിയും എല്ലാത്തിനും താല്പര്യം കാണിക്കണമെന്നില്ല. ചില കുട്ടികൾക്ക് ആർട്സിലായിരിക്കും താല്പര്യം, ചില കുട്ടികൾക്ക് സ്പോർട്സിലായിരിക്കും, ചില കുട്ടികൾ ഇരുന്ന് വായിക്കുന്നതിലായിരിക്കും താല്പര്യം, കൂടുതൽ കാണാതെ പഠിക്കുന്നതിൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. ചിലർക്ക് സയൻസിലായിരിക്കും, ചിലർക്ക് കണക്കിലായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ വിഭിന്നമാണ് കുട്ടികളുടെ താല്പര്യം, അഭിരുചി. ആ അഭിരുചി എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ രക്ഷകർത്താക്കൾ പിന്നിലോട്ട് പോകാറുണ്ട്. നല്ല വിദ്യാലയങ്ങളിലെല്ലാം അവരുടെ അഭിരുചി കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ മാനേജ്മെൻറ്റിലുള്ള സ്ഥാപനത്തിൽ ഓരോ കുട്ടിയുടെയും അഭിരുചി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബയോഡേറ്റ തയ്യാറാക്കൽ പരിപാടി ആ ഓരോ ക്ലാസ് ടീച്ചർമാരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ഏതിലാണ് താല്പര്യം, അവരെക്കുറിച്ചിട്ടുള്ള ബയോഡേറ്റ അവിടെ തയ്യാറാക്കുന്നു. അങ്ങനെ തയ്യാറാക്കി അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ രക്ഷകർത്താക്കളുമായിട്ട് കൈമാറിക്കൊണ്ട് അതിലുയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ഇരുന്ന സമയത്ത് ഇംഗ്ലീഷിലൊരു കവിത എഴുതി. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടി ഒരു കവിത എഴുതി. പവനൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കവിത വളരെ പ്രസിദ്ധമായി. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയി. ആ കവിത മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും അവനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കത്തുകളും മെസ്സേജുകളും എല്ലാം ഇഷ്ടം പോലെ ഇവിടെ വന്നു. അതിനുശേഷം അവൻ തുടർന്ന് അത്തരത്തിലുള്ള കവിതകൾ എഴുതാൻ തുടങ്ങി. ഇംഗ്ലീഷ് കവിതകളാണ് ഏറ്റവും കൂടുതൽ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പവനൻ അന്താരാഷ്ട്ര തലത്തിലെത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെ അത് കണ്ടുപിടിക്കാൻ സാധിച്ചു? അവൻ്റെ അഭിരുചി ഏതാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതൊക്കെ ജീവിതത്തിലൊരു ഏറ്റവും വലിയ അനുഭവങ്ങളാണ്. ഇത് മനസ്സിലാക്കിയ നമ്മളെ രക്ഷകർത്താക്കളും അധ്യാപകരും അവർ തമ്മിലൊരു സംയോജനം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ യഥാർത്ഥ കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കുന്ന കുട്ടികൾ അവരൊക്കെ നമ്മുടെ പല പല പദ്ധതികളും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്കൂളിൽ കൊടുത്തിട്ടുള്ള പദ്ധതികളൊന്ന് പുഞ്ചിരി സഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്നത്. ഓരോ കുട്ടിയും എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഓരോ ഡിവിഷൻ അനുസരിച്ച് കൊണ്ടുവന്നിട്ട് ഒരു മാസം 5ഓ 6ഓ പേർക്ക് ഏറ്റവും താഴെ നിൽക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് അവരുടെ ബയോഡേറ്റ എടുക്കുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, അച്ഛൻ്റെ സ്ഥിതി, അമ്മയുടെ സ്ഥിതി, ബാക്കി സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുടെ സ്ഥിതി, ഇതെല്ലാം നമ്മുടെ ആ ബയോഡേറ്റയിൽ വരും. അവരുടെ വീട് എങ്ങനെയാണ്, ടാർപ്പൗണ്ട് വലിച്ചു കെട്ടിയാണോ ജീവിക്കുന്നത്, അല്ലാതെയാണോ, നല്ല നിലയിലാണോ, ഇതൊക്കെ അതിൽ വരും. ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് പുഞ്ചിരി സഞ്ചി. അത് മാസം തോറും 4ഓ 5ഓ കുടുംബത്തിന് അവർക്ക് ഒരു മാസത്തിൽ കൂടുതൽ കഴിയാനുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ സംഭരിച്ച് വരുന്ന
കിട്ടുന്നത്. അവർക്ക് ആശ്വാസം കിട്ടുന്നു എന്നുള്ള മാത്രമല്ല, ബാക്കി കുട്ടികളെല്ലാം ആ തരത്തിൽ താഴെത്തട്ടിലുള്ളവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്നുള്ള മനോഭാവം അതിലൂടെ നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ആ പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പദ്ധതി കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിന് അപജയം വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ അവരിലുള്ള സ്വഭാവ രൂപീകരണത്തിൻ്റെ മാറ്റങ്ങളാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അവരിൽ വളർത്തിയെടുക്കണം. ടീച്ചേഴ്സ് അവർ മാസത്തിലൊരുക്ക അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്തുകൊണ്ട് കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരെ ഭവന സന്ദർശനം നടത്തി അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ ധനസഹായം ചെയ്യുന്നു. എല്ലാ മാസവും അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അധ്യാപകർ മാതൃക കാണിക്കുന്നു, വിദ്യാർത്ഥികൾ മാതൃക കാണിക്കുന്നു. ഇങ്ങനെയുള്ള സമൂഹത്തിൽ ആ തരത്തിൽ വളർത്തിയെടുക്കുന്ന കുട്ടികൾ നാളെ പഠിച്ച് വലിയ നിലയിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുള്ള മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ്, ആ കഴിവ്, ഇതെല്ലാം അവരിൽ നമുക്ക് താരതമ്യേന വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൈത്തറിയുടെ പ്രൗഢിക്ക് പാരമ്പര്യത്തിന്റെ പേര് കസവുകട. 10 showrooms all over Kerala. കൈത്തറിയുടെ പ്രൗഢിക്ക് പാരമ്പര്യത്തിന്റെ പേര് കസവുകട. 10 showrooms all over Kerala. The soul of royal art, Kairali Jewelers. ഞാനൊക്കെ വളർന്ന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം അന്ന് ഇത്രയും അധികം ശുഷ്കാന്തി നിറഞ്ഞതല്ലായിരുന്നു. നമ്മളെ സ്കൂളിൽ ആക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകൻ അവരെ എല്ലാം നോക്കിക്കൊള്ളണം എന്നുള്ള സങ്കല്പത്തിലായിരുന്നു. അല്ലാതെ അന്ന് ഇത്ര വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ തലത്തിലുള്ള വിപുലമായിട്ടുള്ള, ഇപ്പോൾ വിജയദശമി കഴിഞ്ഞതേ ഉള്ളൂ, എഴുത്തിനിരുത്തും കാര്യങ്ങളും അത്ര വിപുലമായിട്ട് നടക്കാറില്ലാത്ത കാലഘട്ടമായിരുന്നു. 5-6 വയസ്സാകുമ്പോഴത്തേക്ക് 1-ാം ക്ലാസ്സിൽ കൊണ്ടാക്കും. അന്ന് എല്ലാ തലത്തിലും ദാരിദ്ര്യമുള്ള കാലഘട്ടമായിരുന്നു ഞാനൊക്കെ ജീവിച്ച കാലഘട്ടം. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് ഡ്രസ്സ് പോലും ചിലപ്പോൾ ഒരാഴ്ച ഇടാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് അന്ന് വിദ്യാഭ്യാസം ചെയ്തത്. പക്ഷേ ഗുരുഭക്തി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. ഗുരുവാണ് എല്ലാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ ഗവൺമെൻറ് LP തോട്ടക്കാട്ട് പഠിച്ച സമയത്ത് അവിടെ ഹെഡ് മാസ്റ്റർ ആയിരുന്നിട്ട് മാധവൻപിള്ള സാറിനെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നല്ല 6 അടി 8 ഇഞ്ച് പൊക്കവും അത് കണക്ക് ഒരു ഒറ്റ മുണ്ട് കൊടുത്ത് ഒരു ചൂരലുമായിട്ട് വരുന്ന ഇപ്പോഴും നമുക്ക് മറക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ആ സാറ് നമ്മളെ പലപ്പോഴും വളരെ അധികം നമ്മൾ ഭയഭക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ദൈവതുല്യനാണ് എന്നുള്ളത് പിൽക്കാലത്ത് നമുക്ക് തോന്നിയിട്ടില്ല. ആ പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നമ്മളെ ജീവിതത്തിൽ അവസാനം വരെ നമുക്ക് നിൽക്കുന്നുണ്ട്.
അതേ കണക്ക് തുടർന്നുള്ള ആ കാലഘട്ടത്തിൽ അപ്പർ പ്രൈമറിയും തുടർന്നുള്ള വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്തോറും നമ്മൾ ഈ താഴ്ന്ന കാലഘട്ടത്തിൽ ചെയ്ത വിദ്യാഭ്യാസത്തിൻ്റെ അത്രയും ഓർമ്മകൾ ഒരുപക്ഷെ നമുക്ക് മാറ്റുരയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കുട്ടിക്കാലത്താണ് ഏറ്റവും കൂടുതൽ അബ്സർവ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ കാര്യവും കണ്ടുപഠിക്കുന്നതും കേൾക്കുന്നതും പേടിയും എല്ലാം കുട്ടിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ ദാരിദ്ര്യം ഉണ്ടായിരുന്ന എല്ലാ നാട്ടിലും മൊത്തത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആ സമയത്ത് നമുക്കറിയാം, അന്ന് ഈ വെളിയിൽ നിന്ന് വരുന്ന ചോളത്തിൻ്റെ പൊടി അത് സ്കൂളിൽ നമുക്ക് ഉച്ച ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് താല്പര്യമെടുത്ത് നമ്മൾ നിൽക്കുന്ന ആ കാലഘട്ടമൊക്കെ അതൊക്കെ ഒരു അനുഭവമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിപ്പിലും നമ്മൾ അവരുടെ ആരോഗ്യകാര്യമായിട്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസം. അപ്പോൾ അതുകൊണ്ട് രക്ഷകർത്താക്കൾ ആ കാര്യത്തിൽ കുറച്ചും കൂടെ ശുഷ്കാന്തി കാണിക്കുന്നു. അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ആഹാരം കൊടുത്തയക്കാം. ചിലപ്പോൾ സ്കൂളിൽ കൊടുത്തയക്കുന്ന സമയത്ത് കൊടുത്തയക്കുന്ന ആഹാരം 4-5 മണിക്കൂർ കഴിഞ്ഞത് ജീർണിക്കുന്ന അവസ്ഥയുള്ള, ഉദാഹരണത്തിന് മുട്ട ഓംപ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു 4-5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ അത് ക്രമിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർമാരും പറയണത്. അതാണ് അതുകൊണ്ട് കഴിയുന്ന ആ ഐറ്റം നമ്മൾ തൽക്കാലം അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ചൂടായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കാതെ അത് തന്നെ ഉച്ചയ്ക്ക് കഴിച്ചാലേ മതിയാവൂ എന്ന് ശടിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം. പഠിക്കുന്നതിന് നമ്മളൊരു സമയം നിശ്ചയിക്കണം. പണ്ട് അങ്ങനെയില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പശുവൊക്കെ ഉണ്ടാവും, അതിന് പുല്ല് പറിക്കണം. ഒരു കൊല്ലം പുല്ലൊക്കെ ചെത്തിക്കൊണ്ട് ചെല്ലുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ നിന്ന് അടി കിട്ടും. ഈ ഒരു സ്ഥിതിവിശേഷം ആ കാലഘട്ടത്തിലുണ്ടായി. ഇന്ന് അങ്ങനെയില്ല. ഇന്നെല്ലാ സമയവും പടി 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 എന്ന് പറഞ്ഞിട്ട് മാത്രമാണ്. അത് മാറ്റണം. അവരെ കുറേശ്ശെ ചില കാര്യങ്ങളിൽ പ്രവൃത്തി പരിചയം അവർക്കുണ്ടാക്കണം. ഇത്ര മണിക്കൂറെങ്കിലും നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കൃത്യമായിട്ട് ഇത്ര സമയം നിങ്ങൾ പഠിക്കണം, വായിക്കണം, അല്ലെങ്കിൽ എഴുതണം. ഈ തരത്തിലുള്ള ഒരു ടൈം ടേബിൾ പല രക്ഷകർത്താക്കളും കൊടുക്കാറില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടികൾ വളരെ മാതൃകാപരമായിട്ട് തന്നെയായിരിക്കും അവർ ജീവിക്കുന്നതും പഠിക്കുന്നതും. അവരെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ നമുക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അറിയാതെ പരിശീലനം തൊഴിൽപരമായിട്ടും അല്ലാതെയും വരെയാണ്. ചെറിയ ജോലികൾ ചെയ്യിക്കുന്നത് കൊണ്ട് അവർക്കതൊരു ശീലം ജീവിതത്തിലേക്ക് വരെയാണ്. ആ ശീലം ഒന്നും പല കുട്ടികൾക്കും കൊടുക്കാറില്ല. അതേപോലെ തന്നെ അധ്യാപകർ ക്ലാസ്സിൽ അവരൊന്നും ചെയ്യിക്കാൻ രക്ഷകർത്താക്കൾ ശഠിക്കുന്നുണ്ട്. ആ ക്ലാസ് അവരിയ്ക്കുന്ന ക്ലാസ് വേണമെങ്കിൽ അവരെ ആ കുട്ടികൾ ഓരോ ദിവസം ഓരോരുത്തർ വൃത്തിയാക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് നിശ്ചയിക്കാം. പക്ഷേ പലപ്പോഴും രക്ഷകർത്താക്കൾ അത് എൻ്റെ കുട്ടിയെ കൊണ്ട് അവിടെ വൃത്തിയാക്കിച്ചാൽ പരാതിപ്പെടും. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യവും നമ്മൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. പഠനം എന്നുള്ളതൊരു ചിട്ടയാണ്. ഒരു ദിനചര്യയിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ തന്നെ പഠനത്തിനും നമ്മളത് സമയം നിശ്ചയിച്ചുകൊണ്ട്, സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സമയവും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം നേരത്തെ ഞാൻ സൂചിപ്പിച്ച കണക്കുള്ള ചില ടൈം ടേബിളുകൾ, ഇത്ര സമയം ഇന്നത് ചെയ്യാം, ഇത്ര സമയം അവർക്ക് ഉല്ലസിക്കാനുള്ള അരമണിക്കൂറോ 1 മണിക്കൂറോ അങ്ങനെ കൊടുക്കാം. ഇതെല്ലാം ഒരു ക്രമമായിട്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ അതുപോലെ തന്നെയാണ് പ്രാധാന്യം ആഹാരത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിലും അവരുടെ ബാക്കി ദിനചര്യയുടെ കാര്യത്തിലും ഒരു ചിട്ട നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ വളരുന്ന കുട്ടികളാണ് ഭാവിയിൽ വളരെ ഉത്തമ പൗരന്മാരായിട്ട് വളർന്നു വരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട രക്ഷകർത്താവിൽ അച്ഛനോ അമ്മയിലോ മാത്രമായിട്ട് നിക്ഷിപ്തമാവുന്ന, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന്. ആ അധ്യാപകരും അതേപോലെ തന്നെ രക്ഷകർത്താവും മാതൃക ആകേണ്ടിയിരിക്കുന്നു. നമ്മൾ ഏതെല്ലാം സമൂഹത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമോ അതെല്ലാം അവരും മനസ്സിലാക്കും. അവർ അത് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്ത് അവർ അബ്സർവ് ചെയ്തെടുത്തിട്ട് അവരെ ജീവിതത്തിൽ അത് തന്നെ അവർ പ്രയോഗിക്കും. അതുകൊണ്ട് അവരെ മുമ്പ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഏതെല്ലാം വിഷയം സംസാരിക്കാം, ഏതെല്ലാം വിഷയം സംസാരിച്ചുകൂടാ എന്നുള്ളതിനെക്കുറിച്ചിട്ട് രക്ഷകർത്താക്കൾക്കൊരു നിശ്ചയം വേണം. തീർച്ചയായിട്ടും കുട്ടികളിരിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ പരദൂഷണം പറയുക, അതേപോലെ തന്നെ നാട്ടിൽ എല്ലാ നെഗറ്റീവ് കാണുന്ന ഏത് കാര്യത്തിനെക്കുറിച്ച് നമ്മളവിടെ സംസാരിക്കുക, അങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി അങ്ങനെയുള്ളൊരു മനസ്സ്, നെഗറ്റീവ് പറഞ്ഞ് അവസാനം അച്ഛനും അമ്മയ്ക്കും നെഗറ്റീവ് ആവുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്.
അപ്പോൾ അതുകൊണ്ട് അത് വരാതെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കേണ്ടത് രക്ഷകർത്ത അച്ഛനും അമ്മയാണ്. കാരണം വീട്ടിലാരുമില്ല. പണ്ടാണെങ്കിൽ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മാവൻ കാണും, വലിയമ്മാവൻ കാണും, അപ്പൂപ്പൻ കാണും, അമ്മുമ്മ കാണും. അവരെല്ലാം പല കാര്യങ്ങളെ അവരെ നോക്കി വളർത്തും. ഇന്ന് ആ ശിഷ്ടം നമുക്കില്ല, അണുകുടുംബമായിപ്പോയി. ഗുരവേ നമയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.